iOS 26 വന്ന മേജർ മാറ്റങ്ങളിൽ ഒന്നാണ് ഫോൺ ആപ്പിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ ആപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ റീഡിസൈൻ ചെയ്തതിൻ്റെ കുറേയധികം മാറ്റങ്ങളും അതോടൊപ്പം ഫങ്ഷണാലിറ്റീസും ഫോൺ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ ഈ ഒരു ഫോൺ ആപ്പിൻ്റെ വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസും എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറയുന്ന ഫോൺ ആപ്പിന് ഒരു പുതിയ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും താഴെ വന്നിരിക്കുന്ന ഈ 3 ഓപ്ഷൻസിലും ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റും അതോടൊപ്പം കണ്ടിന്യൂറ്റിയും ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും ഒരു അൺസേവ്ഡ് നമ്പറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോസ് ആഡ് ചെയ്യാത്ത ഒരു നമ്പറോ വന്നാൽ ആ ഒരു നമ്പറിനും ഇവിടെ നിങ്ങൾക്ക് ചെറിയ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. കണ്ടോ, എൻ്റെ ഫോൺ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ പറഞ്ഞ റിഫ്ലക്ഷൻസും റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ പറഞ്ഞ 2 സൈഡിലും നിങ്ങൾക്ക് ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് ഫീൽ ചെയ്യാം. പൊക്കത്തും ഈ പറഞ്ഞ 2 സ്വിച്ചിലും ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ചെയ്താണ് ആപ്പിൾ ത്രൂ ഔട്ട് ആപ്ലിക്കേഷനിലും നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്ന മേജർ ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ആപ്പ് നോക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് റീഡിസൈൻ മനസ്സിലാവും. ഈ ഒരു റീഡിസൈനിൽ ഏറ്റവും പൊക്കത്ത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പിൻ ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. താഴത്തേക്ക് റീസെൻറ്റ് കോൾ ഹിസ്റ്ററിയും. പക്ഷേ കുറേ പേർക്ക് ഈ ഒരു പെട്ടെന്നുള്ള റീഡിസൈൻ വന്നപ്പോഴത്തേക്കും നല്ല കൺഫ്യൂഷനാണ് വന്നിരിക്കുന്നത്. ആ ഒരു കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ആപ്പിൾ ഏറ്റവും പൊക്കത്തായിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒന്ന് യൂണിഫൈഡ് എന്ന് പറഞ്ഞ പുതിയ ലുക്കും, 2 ക്ലാസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ലുക്കും. ഈ 2 ലുക്കിലും നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാനിവിടെ യൂണിഫൈഡ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. സോ എനിക്ക് ഏറ്റവും വേഗം തന്നെ ഈ പറഞ്ഞ ഫേവറേറ്റ്സിനെ കോൾ ചെയ്യാനും അതോടൊപ്പം എല്ലാ റീസെൻറ്റ് കോൾസും എനിക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. കോൺടാക്ട് ഓപ്ഷനിലും നിങ്ങൾക്ക് വലിയ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കീപാഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഗ്രീൻ ബട്ടണിൽ നോക്കുമ്പോൾ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസിൻ്റെ ആ ലുക്കാണ് ഇവിടെ ഈ പറഞ്ഞ കീ ഡയലിൽ വന്നിരിക്കുന്നത്. ആൻഡ് സെർച്ച് ബാറിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ നമ്പേഴ്സും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനാണ് ഈ ഒരു സെർച്ച് ബാറും അത്യാവശ്യം നല്ല രീതിക്ക് വന്നിരിക്കുന്നത്. അടുത്ത വരുന്ന മാറ്റം ഈ പറയുന്ന ഫോണിൻ്റെ ഓരോ ഹിസ്റ്ററീസ് ആണ്. ഈ ഒരു ഫോൺ കോളിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഡീറ്റെയിൽസും അതോടൊപ്പം വോയിസ് മെയിലും ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനാണ് ആപ്പിൾ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഏറ്റവും താഴത്ത് നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ആ ഒരു കോൾ ഹിസ്റ്ററിയും ബാക്കി ഫുൾ ഓപ്ഷൻസ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫുൾ കോൾ ഹിസ്റ്ററി നമുക്ക് ആക്സസ് ചെയ്യാനാണ് ഈ പറഞ്ഞ 2 ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്ന ചേഞ്ച് ആണ് നമ്മുടെ സോർട്ടിംഗ് ഓപ്ഷനിൽ കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു സോർട്ടിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കോൾസ്, മിസ്ഡ്, വോയിസ് മെയിൽ, അൺനോൺ കോളേഴ്സ് ആൻഡ് മാനേജ് ഫിൽറ്ററിംഗ് എന്നുണ്ട്. ഈ ഒരു അൺനോൺ കോളേഴ്സ് എടുക്കുകയാണെങ്കിൽ എനിക്ക് വരുന്ന എല്ലാ അൺനോൺ നമ്പേഴ്സും കറക്റ്റായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിലാണ് പോയി കിടക്കുക. അല്ലാതെ നമ്മുടെ റീസെൻറ്റ് കോൾസിലോ അല്ലാതെ വേറൊരു കാര്യത്തിലും ഈ പറഞ്ഞ അൺനോൺ കോളേഴ്സിൻ്റെ കോൾ വരില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോൾ സ്ക്രീനിൻ്റെ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരെ ഈ പറഞ്ഞ മാനേജ് ഫിൽറ്ററിംഗിലേക്ക് പോകാം. മാനേജ് ഫിൽറ്ററിംഗിൽ പോകുമ്പോഴത്തേക്കും 3 പുതിയ ഓപ്ഷനാണ് കോൾ സ്ക്രീനിങ്ങിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന കോൾ ഫിൽറ്ററിംഗിൽ അൺനോൺ കോളേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ നിന്ന് അൺനോൺ നമ്പേഴ്സ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ അൺനോൺ നമ്പേഴ്സും ഈ പറഞ്ഞ ഫിൽറ്ററിംഗ് ഓപ്ഷനിലേക്ക് പോയി കിടക്കും. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. ഇനി നമ്മുടെ ഫോൺ ആപ്പിൽ വന്ന ബാക്കി കുറേ ഫീച്ചേഴ്സിൽ ഒന്നാണ് ഈ പറഞ്ഞ അൺനോൺ കോളേഴ്സിൻ്റെ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഈ പറയുന്ന കോളിംഗ് ഫിൽറ്റർ ഓൺ ചെയ്തതിനാൽ നെവർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ടാവും. നെവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ അൺസേവ്ഡ് ആയിട്ടുള്ള ഏത് നമ്പർ വന്നാലും അത് റിങ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ റീസെൻറ്റ് കോൾ ഹിസ്റ്ററിയിൽ ആ ഒരു ഓപ്ഷൻ കാണിക്കുകയും ചെയ്യും. അടുത്താണ് ആസ്ക് ഫോർ കോളിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷനാണ് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്ന എന്തെങ്കിലും വ്യക്തി സ്പെസിഫിക് റീസൺ വേണ്ടിയാണ് വിളിക്കുന്നതെങ്കിൽ ആ റീസൺ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോൾ നമ്മുടെ സ്ക്രീനിലേക്ക് വരും. ഇപ്പോൾ നമുക്ക് സ്പാം കോൾസും അതോടൊപ്പം അൺവാണ്ടഡ് ആഡ് കോൾസും വരാറുണ്ട്. ഈ പറഞ്ഞ ആഡ് കോൾസ് നമുക്ക് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് കോളുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ആസ്ക് ഫോർ കോളിംഗ് എന്നുള്ള പർപ്പസ് നമുക്ക് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനാൽ അൺസേവ്ഡ് ആയ എല്ലാ നമ്പേഴ്സും സൈലൻറ്റിലേക്ക് പോകും. ആൻഡ് ഈ പറഞ്ഞ അൺസേവ്ഡ് നമ്പേഴ്സിന് എന്തെങ്കിലും വോയിസ് മെയിൽ ഉണ്ടെങ്കിൽ ആ ഒരു വോയിസ് മെയിലും നമ്മുടെ ഈ പറഞ്ഞ ഫിൽറ്ററിംഗ് ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അടുത്ത വരുന്ന മാറ്റമാണ് കോൾ അസിസ്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുമെന്ന് പറയും.
ആ ഒരു ടൈം ഫുള്ള് നമുക്ക് ഈ പറഞ്ഞ ഫോൺ ഫുൾ ടൈം ചെവിട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഈ പറഞ്ഞ കോൾ അസിസ്റ്റന്റ് ആ ഒരു ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ കോൾ ഓട്ടോമാറ്റിക്കലി ഹോൾഡിലേക്ക് പോവുകയും അതിനുശേഷം നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തി സംസാരിച്ചാൽ മാത്രം നമുക്കൊരു പോപ്പപ്പ് വന്ന് ഈ പറഞ്ഞ കോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോൺ നമ്മുടെ ചെവിട്ടിലേക്ക് വെച്ചാൽ മതി. സോ ആക്ച്വലി അത്യാവശ്യം നല്ല ഒരു ഹോൾഡ് അസിസ്റ്റ് ആണ് ഈ വന്നിരിക്കുന്ന ഫോൺ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈവ് ട്രാൻസ്ലേഷനും അതോടൊപ്പം വോയിസ് മെയിലും ഇനി മുതൽ നമുക്ക് ഫോൺ ആപ്പിൽ ആക്സസ് ചെയ്യാം. ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനോ ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജ് സംസാരിക്കുന്ന ആരെങ്കിലും വിളിച്ചാൽ ആ ഓരോ വ്യക്തി സംസാരിക്കുന്ന കറക്റ്റ് ലാംഗ്വേജ് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ലൈവ് ട്രാൻസ്ലേഷൻ എന്നാണ് ഓപ്ഷൻ ആപ്പിൾ ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഫോൺ ആപ്പിൽ മാത്രമല്ല നമുക്ക് വോയിസ് മെയിലും ഈ പറയുന്ന സെയിം ട്രാൻസ്ലേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് മെയിലിൽ എന്തെങ്കിലും ഡിഫറെൻറ്റ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ട്രാൻസ്ക്രിപ്ഷനും അതോടൊപ്പം വോയിസ് മെയിലിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്ത വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 7 പുതിയ റിംഗ് ടൂൺസ് ആണ് ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. സെറ്റിംഗ്സിൽ പോയി കണ്ടിട്ട് ഇവിടെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഏറ്റവും പൊക്കത്തായിട്ട് റിംഗ് ടൂൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം റിഫ്ലക്ഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 6 പുതിയ വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ഓൾറെഡി നമുക്കുള്ളതാണ്. ഇവിടെ ബോയോണ്ട് ആദ്യം ചെക്ക് ചെയ്യാം. ഡ്രീമർ, ഇനി പോണ്ട് സെലക്ട് ചെയ്യാം. പോപ്പ്, റിഫ്ലക്റ്റഡ് ആൻഡ് ഫൈനലി സെർച്ച്. ഈ പറഞ്ഞ 6 റിംഗ് ടൂൺസ് ആണ് നിങ്ങൾക്ക് റിഫ്ലക്ഷൻസിൽ വരുന്നത്. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വേറൊരു റിംഗ് ടൂൺ കൂടെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് ലിറ്റിൽ ബേർഡ്. ഈ ഒരു റിംഗ് ടൂണും കൂടെ ആപ്പിൾ ഈ പറഞ്ഞ iOS 26 സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ കോൾ ബാക്ക് റിമൈൻഡർ എന്ന് പറയുന്നത്. നമുക്കറിയാം ചില സമയത്ത് നമ്മൾ ബിസി ആയി പോകുമ്പോൾ തിരിച്ചു വിളിക്കാനുള്ള കാര്യം നമ്മൾ മറന്നുപോകും. അതിന് പകരം ഇനി മുതൽ നമുക്ക് കോൾ ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും വിളിച്ചിട്ട് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞാൽ മറന്നു പോകാനുള്ള ചാൻസ് ഇനിയില്ല. കാരണം ജസ്റ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലെ കോൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനും ആൻഡ് തൊട്ടപ്പുറത്ത് ഒരു റിമൈൻഡർ ബട്ടണും നിങ്ങൾ കാണാൻ പറ്റും. അത് റിമൈൻഡർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 1 hourന് ശേഷം അതോടൊപ്പം ഇന്ന് നാളെ ഏതെങ്കിലും ഒരു റിമൈൻഡർ സെറ്റ് ചെയ്താൽ മതി എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻസും ഇവിടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം ചില സമയത്ത് നമ്മൾ കോൾ ബാക്ക് ചെയ്യാൻ മറന്നു പോയാലും ഈ പറയുന്ന ഓപ്ഷൻ കൊണ്ട് തന്നെ റിമൈൻഡറിൽ ടൈം സെൻസിറ്റീവ് ആയിട്ട് ഈ ഒരു റിമൈൻഡർ നമുക്ക് കറക്റ്റായിട്ട് വന്നിരിക്കും. അടുത്ത വന്നൊരു മേജർ ചേഞ്ചാണ്. ഇത്രയും നാൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി ഹലോ എന്ന് പറഞ്ഞാൽ മാത്രമാണ് കോൾ എടുത്തതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അത് യൂഷ്വലി അങ്ങനെയായിരുന്നു. പക്ഷേ ഈ iOS 26 വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റുള്ള വ്യക്തി കോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു ഹാപ്റ്റിക് വൈബ്രേഷൻ, കോൾ എടുക്കുമ്പോൾ ഒരു ചെറിയ വൈബ്രേഷൻ നമ്മുടെ ഫോണിൽ ഫീൽ ചെയ്യും. വിച്ച് മീൻസ് നമ്മുടെ ആ ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തി കോൾ എടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ കോൾ വിളിച്ചാൽ ഏതെങ്കിലും നമ്മുടെ ചെവിട്ടിൽ വെക്കുന്ന ആ ഒരു കാര്യത്തിന് ബൈ ബൈ. കാരണം ഇനി മുതൽ ഈ പറഞ്ഞ കോൾ കട്ട് ചെയ്യുമ്പോഴും കോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഈ ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ കോൾസിൻ്റെയും ബാക്കി ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ആപ്പിൽ റീസെൻറ്റ് കോളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ഇനി കോൾ അല്ല, അതിന് പകരം ഇതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആക്സസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് കോൾ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ സ്പെസിഫൈ ചെയ്ത് പ്രസ് ചെയ്താൽ മാത്രമാണ് കോൾ പോവുക. പക്ഷേ ചിലവർക്ക് ഇപ്പോഴും പഴയ ആ ഒരു ഫോൺ ആപ്പിൻ്റെ രീതി അനുസരിച്ച് ഇവിടെ ഈ ഒരു നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കോൾ പോകണമെന്നാണെങ്കിൽ നമ്മുടെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ഈ പറഞ്ഞ ഫോൺ ആപ്പ് നമുക്ക് ആക്സസ് ചെയ്യാം. ഫോൺ ആപ്പ് എടുക്കാം. തൊട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടാപ്പ് റീസെൻറ്റ് ടു കോൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എല്ലാ കോൾ ഹിസ്റ്ററിയിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ ആ ഒരു കോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെറ്റിംഗ്സിൽ ടാപ്പ് ടു റീസെൻറ്റ് കോൾ എന്ന ഓപ്ഷൻ ടേൺ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യാം. അടുത്തൊരു ഹിഡൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഐഫോൺ യൂസേഴ്സ് കുറേ കൊല്ലങ്ങളായി കാത്തിരിക്കുന്ന ഒരു മാറ്റമാണ്. യെസ്, ഇനി മുതൽ ഐഫോണിൽ നിങ്ങൾക്ക് കസ്റ്റം റിംഗ് ടോൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് വേറൊരു ആപ്ലിക്കേഷൻസും വേണ്ട. ആകെ ഉള്ള ഒരു ലിമിറ്റേഷൻ 30 സെക്കൻഡ്സിൻ്റെ താഴത്തായിരിക്കണം ഈ പറയുന്ന ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു സോങ് എന്ന് പറയുന്നത്. ജസ്റ്റ് സഫാരി എടുക്കാം. നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൺ ഇതേപോലെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഇവിടെ ഈ ഒരു സഫാരിയിൽ ഡൗൺലോഡ്സ് ഉണ്ട്. ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷനിൽ നമ്മുടെ പാട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ കാണുന്ന ഷെയർ ഷീറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്.
ആൻഡ് ക്ലിക്ക് ഫോർ ദ മോർ ബട്ടൺ സെറ്റ് ആസ് റിംഗ് ടോൺ എന്നുള്ള ചേഞ്ച് ഇവിടെ ആദ്യമായിട്ട് ഐഫോണിൽ തന്നെ കാണാൻ പറ്റും. ആ ഒരു യൂസേഴ്സ് റിംഗ് ടോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ റിംഗ് ടോൺ സെലക്ഷനിൽ ഈ പറയുന്ന സെലക്ട് ചെയ്ത സോങ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത സോങ് ഈസി ആയിട്ട് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഫോൺ ആപ്പിൻ്റെ വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. നമ്മുടെ ഈ പറഞ്ഞ എക്സ്പോഷർ മാറുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല വൈറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാര്യം കൺട്രോൾ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ iOS 26 യൂസേഴ്സിനും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലുള്ള പുതിയ കാര്യങ്ങൾ വേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Ebin Xavier signing from Evica.